السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, ക്ലാസ്സൊക്കെ എല്ലാവരും കൃത്യമായി വീക്ഷിക്കുന്നുണ്ടാവും, മനസ്സിലാക്കുന്നുണ്ടാവും എന്നൊക്കെ വിചാരിക്കുകയാണ്. നമ്മൾ അവസാനം ആദാബുൽ കസ്ബി വൽ മആഷിൻ്റെ പാഠം തുടങ്ങി കുറച്ചെടുത്തിരുന്നു. നമ്മുടെ തൊഴിൽ, ജീവിതം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ അടുത്ത ഫസലാണ് ഫസലുൻ ഫി ബയാനി ശുറൂത്ത് സിഹ്ഹത്തുൽ മുആമലാത്ത്. ഇടപാടുകൾ സ്വഹീഹാവാനുള്ള ഷർത്തുകളെ വിശദീകരിക്കുന്ന ബാബ്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പല ജാതി ഇടപാടുകളും നമ്മൾ നടത്തും. അതിൻ്റെ ഷർത്തുകളും കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ ഫത്ഹുൽ മുഈനിൽ വെച്ച് കിതാബുൽ ബുയൂഇൽ പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടത് കൂടുതൽ ഞാനിങ്ങനെ വിശാലമായി പറയില്ല. സ്വാഭാവികമായിട്ടിങ്ങനെ ഉപരിപ്ലവമായിട്ട് പറഞ്ഞു പോകും. ഈ ഫസലിൽ അത്തരം കാര്യങ്ങളെ പറയുന്നുള്ളൂ. അടുത്ത ഫസൽ മുതൽ നമ്മുടെ ഇവിടുത്തേതായ വിഷയങ്ങൾ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇടപാട് സ്വഹീഹാവാനുള്ള ഷർത്തുകൾ. അമ്മൽ ബൈഅ്, കച്ചവടം, ഫലഹു സലാസത്തു അർക്കാമിൻ, അതിന് 3 റുക്കുനുകളുണ്ട്. ആഖിദ്, മഅഖൂദ് അലൈഹി, ലഫ്ള്. അവിടെ വേണ്ട സാധനങ്ങളൊക്കെയാണ്. ഒന്ന് ആഖിദ്, ഇടപാട് നടത്തുന്ന ആളുകൾ. ഇടപാട് നടത്തുന്ന ആൾക്കാരാണ് 2 ആളുണ്ടാവും, വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും ഉണ്ടാവും. പിന്നെ മഅഖൂദ് അലൈഹി, എന്തിൻ്റെ മേലിലാണോ ഇടപാട് നടത്തുന്നത് അത് 2 ഉണ്ടാവും. കാരണം വസ്തു ഉണ്ടാവും, വില ഉണ്ടാവും. 2 മഅഖൂദ് അലൈഹിയാണ്. 2 ആഖദികളുണ്ട്, 2 മഅഖൂദ് അലൈഹി ഉണ്ട്. പിന്നെ ലഫ്ളിന് 2 ഉണ്ട്. ഈജാബ് ഉണ്ടാവും, കബൂൽ ഉണ്ടാവും. അതായത് ബൈഇൻ്റെ ഷർത്തുകൾ ചുരുക്കി പറയുമ്പം 3 നീട്ടി പറയുമ്പം പരത്തി പറയുമ്പം 6. ആഖിദ്, മഅഖൂദ് അലൈഹി, ലഫ്ള് എന്ന് ചുരുക്കി പറയാം. ഇനി നീട്ടി പറയുമ്പം ബാഇഅ്, മുഷ്തരി, പിന്നെ അർള്, സമന്, ഈജാബ്, കബൂൽ, അങ്ങനെ 6 ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഫലാ യംബഗി അൻ യുആമില 4. 4 ആളുകളോട് ഇടപാട് നടത്താൻ പറ്റൂല. 4 ആളുകളോട് ഇടപാട് നടത്താൻ പറ്റൂല. ഒന്ന് അസ്സബിയ്യു, കുട്ടി, വൽ മജ്നൂനു, ഭ്രാന്തൻ, വൽ അബ്ദു, അടിമ, വൽ അഅമ, അന്ധൻ. ഇങ്ങനെ 4 ആളുകളോട് ഇടപാട് നടത്താൻ പറ്റൂല. കുട്ടിയാകുമ്പം പ്രായപൂർത്തിയായിട്ടില്ല. മജ്നൂൻ അങ്ങനെ ഭ്രാന്തൻ പ്രായപൂർത്തിയല്ല. ഭ്രാന്തനോട് തക്ലീഫില്ലല്ലോ. അടിമ സ്വതന്ത്രനല്ലാത്തത് കൊണ്ടാണ്. അയമാകുമ്പോൾ എന്താ വെച്ചാൽ വസ്തുക്കൾ കാണാൻ കഴിയില്ല. ഈ വിൽപ്പന നടത്തുന്നതിനൊക്കെ കാഴ്ചയും മറ്റുമൊക്കെ ഷർത്തായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരം ആളുകളോട് ഇടപാട് നടത്തരുത്. വയജൂസുൽ ബൈഉ മിനൽ കാഫിരി, കാഫിറിനോട് ഇടപാട് നടത്താം. കാഫിറായതുകൊണ്ട് ഇടപാട് നടത്താൻ പറ്റൂല എന്നില്ല. ഇടപാട് നടത്താം കാഫിറിനോട്. പക്ഷേ വലാകിൻ ലാ യുബാഉ മിൻഹുൽ മുസ്ഹഫു, അവനോട് മുസ്ഹഫ് വിൽക്കപ്പെടാൻ പാടില്ല. കാഫിറിന് ഒരു മുസ്ഹഫ് വിൽക്കാൻ പറ്റൂല, അതിന് കാഫിറിനെ പറ്റൂല. അതുപോലെ വല്ല അബ്ദുൽ മുസ്ലിം, മുസ്ലിമായ അടിമ കച്ചവടം ഇപ്പം ഇല്ല, ഉള്ള കാലത്താണ് പറയുന്നത്. അതുപോലെ വലാ യുബാഉ മിൻഹു സിലാഹ്, ആയുധം കാഫിറിനെ വിൽക്കാൻ പാടില്ല. എപ്പം ഇൻകാന മിൻ അഹ്ലിൽ ഹർബി, അവൻ അഹ്ലുൽ ഹർബിൽപ്പെട്ട ആളാണെങ്കിൽ. മുസ്ലിങ്ങളോട് ശത്രുതയുള്ളൊരു കാഫിറാണ്, കൊടിയ ശത്രുതയുള്ള കാഫിറ, അങ്ങനത്തെ ആയുധം വിൽക്കരുത്. കാരണം അവൻ ആയുധം എന്ത് ചെയ്യും? മുസ്ലിങ്ങളുടെ മേൽ ഉപയോഗിക്കും. അതുപോലെ വലാജുദ് ബൈഉൽ ഖംറി, കള്ള് വിൽക്കാൻ പറ്റൂല. വൽ വദക്കിൻ നജസി, നജസായ നെയ്യ്. വദക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മൃഗങ്ങളുടെ ഒട്ടകത്തിൻ്റെയൊക്കെ മറ്റൊക്കെ നെയ്യ്. അത് ഈ പഴയ കാലത്ത് കപ്പലിനൊക്കെ തേക്കാൻ ഉപയോഗിക്കും. ഇപ്പോൾ ഉരു പോലുള്ളതൊക്കെ ഉണ്ടല്ലോ, മലയാളിയൊക്കെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. ഉരു നിർമ്മാണം ഉണ്ടല്ലോ, നമ്മൾ ബേപ്പൂരൊക്കെ പോയാൽ കാണാം. ഈ ഉരൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ ഈ 2 പലകയുടെ ഇടയിൽ തേക്കാൻ വേണ്ടി ഉപയോഗിക്കും അത്തരം പശകൾ. ഇങ്ങനെ പശക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് ചില മൃഗങ്ങളുടെയൊക്കെ നെയ്യുകൾ. പക്ഷേ ആ നെയ്യ് നജസായ നെയ്യാകുമ്പോൾ പശത്തവും മറ്റൊക്കെയാണ്, അത് വിൽപ്പന നടത്താൻ പറ്റില്ല, അങ്ങനെ നജസാണ്. അതേപോലെ ആജി, ആനക്കൊമ്പ്, അതും വിൽക്കാൻ പറ്റില്ല. ആനക്കൊമ്പ് നജസാണല്ലോ. കാരണം ആന ഭക്ഷ്യയോഗ്യമായ ജീവിയല്ല. ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവിയുടെ പല്ലാണ് ആനക്കൊമ്പ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് നജസാണ്, വിൽക്കാൻ പറ്റൂല. വലാശ്രാവുഹ, അത് വാങ്ങാനും പറ്റൂല. കാരണം വിൽപ്പന നടത്തുന്ന സാധനം ശുദ്ധിയുള്ളതായിരിക്കണം എന്നത് ഷാഫി മദ്ഹബിലെ നിയമമാണ്. വയജൂസു ബൈഉ ദുഹുനില്ലദി നജ്ജസ ബിവുഖൂഇ നജാസത്തിൻ ഫിഹി, നജസ് വീഴൽ കൊണ്ട് നജസായ എണ്ണ വിൽപ്പന ജായിസാണ്. വയജൂസു ബൈഉ ദുഹുനി, എണ്ണ വിൽക്കാം. അല്ലതി, അങ്ങനത്തെ എണ്ണ നജസാദ് നജസായി ബിവുഖൂഇ നജാസത്തിൻ ഫിഹി, അതിലൊരു നജസ് വീഴൽ കൊണ്ട്. എണ്ണ പോലുള്ള ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കളൊക്കെ ഒരു വസ്തു വീണാൽ നജസാകും എന്ന് ഫത്തുൽമീനിൽ നേരത്തെ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ നജസ് വീഴാതെ തന്നെ നജസാണ് സാധനമാണ്. അങ്ങനത്തെ എണ്ണ എന്ത് ചെയ്യാം? കാരണം ഇത് മുത്തനജസാണ്, നേരെ നജസല്ല. അതതിൻ്റെ കാരണം. നജസിനെയാണ് വിൽക്കാൻ പറ്റാത്തത്. നജസായ സാധനം വിൽക്കാൻ പറ്റും. അപ്പോൾ ആ എണ്ണ വിൽക്കാം.
അതുപോലെ വലാജുദു ബൈഉൽ കൽബി, നായിനെ വിൽക്കാൻ പറ്റൂല. വൽ ഹഷറാത്തി, അതുപോലെ വണ്ട് പ്രാണികൾ, ജീവികൾ, ജന്തുക്കളൊക്കെ കൊതുവിനെയും പാറ്റിനെയൊക്കെ പിടിച്ച് വിൽക്കുക, അങ്ങനെ വിൽക്കാൻ പറ്റൂല. വൽ മലാഹി, വിനോദായുധങ്ങൾ, വിനോദത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളുണ്ടല്ലോ, വിനോദ ഉപകരണങ്ങളൊക്കെ, അതും വിൽപ്പന നടത്താൻ പറ്റൂല. എന്നാൽ യജൂസു ബൈഉ മാ അലൈഹി സുവറു, സൂറത്തുകളുള്ള സാധനം വിൽക്കുക. മിനൽ ഫുർഷി, വിരിപ്പുകളാൽ. വസ്തേമാലുഹ, അത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കുറേ പലയാതി ജീവികളുടെയും മറ്റൊക്കെ ഫോട്ടോ മറ്റൊക്കെ ഉള്ള പുതപ്പുകൾ, വിരിപ്പുകൾ, വിരികൾ, കർട്ടനുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ വിൽപ്പന നടത്താൻ ജായിസാണ്. അപ്പോൾ അത്തരം കർട്ടനുകളും സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ വിൽപ്പന നടത്താൻ ജായിസാണ്. അല്ലാതെ ഒരു സൂറത്തൊന്നും വരെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വിൽക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല, ഉപയോഗിക്കാനും പറ്റും. ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ആയിഷ റളിയല്ലാഹു അൻഹ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിവിയോട് പറഞ്ഞു, ഇത്തഖിദി മിൻഹ നമാരിഖ, അതുകൊണ്ട് നീ കുറച്ച് വിരിപ്പുകൾ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അതായത് എന്താ സാധനം എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആയിഷ ബിവിൻ്റെ വീട്ടിലേക്ക് കയറി വന്നപ്പം കുറച്ച് മൃഗങ്ങളെയും മറ്റുമൊക്കെ ചിത്രങ്ങളുള്ള ഒരു വിരി ഇങ്ങനെ തൂക്കിയിട്ട് കണ്ട്. അപ്പം നബി തങ്ങൾ അതിനെപ്പറ്റി ചോദിച്ചു. അപ്പോൾ ആരോ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടുന്ന് ഒഴിവാക്കാൻ പറഞ്ഞു. അങ്ങനെ മൃഗങ്ങളുടെ സാധനമുള്ള ഇങ്ങനെ തൂക്കിയിട്ടെക്കാൻ പറ്റൂല, അത് പിന്നെ മുറിച്ചായിട്ട് വല്ല തലക്കാണി ഉണ്ടാക്കിക്കോ വല്ല വിരിപ്പൊക്കെ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നിലത്ത് ഉപയോഗിക്കാൻ, നമ്മൾ കിടക്കാൻ വേണ്ടി വിരിക്കാൻ, അല്ലെങ്കിൽ നിലത്ത് ചവിട്ടാൻ വേണ്ടി വിരിക്കാൻ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, അത്തരം സാധനങ്ങൾ ഉപയോഗിക്കാനും പറ്റും. അതായത് ഇത്തഖദി മിൻഹ നമാരിഖ വലാജിദ് ഇസ്തിമാലുഹ മൻസൂബത്തൻ, അതിങ്ങനെ തൂക്കിയിട്ട നിലക്കത് ഉപയോഗിക്കൽ ജായിസല്ല. വയജൂസ് മൗദൂഅത്തൻ, നിലത്ത് വെക്കപ്പെട്ട നിലക്ക് പറ്റും. അതായത് അത്തരം സാധനങ്ങൾ നമ്മൾ ഈ കർട്ടനായിട്ടൊക്കെ അത്തരം സാധനം ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല, അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റുപയോഗങ്ങൾക്കത് പറ്റും ചെയ്യും. ഏതായാലും മൊത്തത്തിൽ അത് വിൽപ്പന നടത്തലും വാങ്ങലൊന്നും വിലക്കപ്പെട്ട കാര്യങ്ങളല്ല എന്നർത്ഥം. അതുപോലെ എമ്പകി, അത്യാവശ്യവും വിൽക്കണ സാധനം യക്കുന മംലൂക്കൻ, ഒരാളെ മിൽക്കിലുള്ള സാധനമാവണം. ഒരാളുടെ ഉടമയിലുള്ള സാധനം ഒരാൾക്ക് വിൽക്കാൻ പാടുള്ളൂ, മറ്റൊരാൾ ഉടമയിലുള്ളത് ഇവന് വിൽക്കാൻ പറ്റില്ലല്ലോ. അതിനെ മഖദൂറൻ അലാ തസ്ലീമിഹി, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതാവണം. മാലൂമൽ ഐനി, അതിൻ്റെ തടി അറിയപ്പെട്ടതാവണം. കച്ചവടത്തിൻ്റെ ഷർത്തുകളാണ് ഇതൊക്കെ. ഒരാളെ ഉടമയിലുള്ളതാവണം, അയാൾക്കത് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. ഇപ്പം നമ്മളെ സാധനം തന്നെയാണ്, ഇപ്പോൾ ഉദാഹരണം നമ്മളെ സാധനം എടുക്കുക കാണാനല്ല, ഓനെ വിൽക്കുക, വിറ്റിട്ട് എങ്ങനെ അവന് കൊടുക്കുന്നത്. ഒരു വസ്തു വിറ്റാൽ ആ സാധനം അയാൾക്ക് എടുത്തു കൊടുക്കാൻ കഴിയണം. അങ്ങനെ എടുത്തു കൊടുക്കാൻ കഴിയാത്ത സാധനമാണെങ്കിൽ വിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ വലിയൊരു ഒരു കായൽ, അതിൽ കുറേ മീനിനെ പോയിട്ടുണ്ട്, ആ മീനിനോട് വിറ്റ് ആ മീനെങ്ങനെ പിടിച്ചു കൊടുക്കണ്ടേ, അതെങ്ങനെ ഓനെ ഏൽപ്പിച്ചു കൊടുക്കാം, മീൻ ഇതിൽ പോകില്ലേ. അപ്പോൾ പിടിച്ചിട്ട് കൊടുക്കണം, ആദ്യം പിടിച്ചിട്ട് വേണം വിൽക്കാൻ. അങ്ങനെയൊക്കെ അതായത് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന സാധനമായിരിക്കണം വിൽക്കേണ്ടത്. അതുപോലെ വസ്തു അറിയപ്പെടണം. മാലൂമല്ലൈനി, ഇതാണ് വിൽക്കുന്ന സാധനം എന്നറിയണം. അതുപോലെ എംബഗി അയ്യത്തിയ ലഫ്ദുൽ ഈജാബി വൽ ഖബൂൽ, ഈജാബ് ഖബൂലിൻ്റെ ലഫ്ദ് പറയണം. എന്നാൽ വഫിൽ മുഹഖറാത്തി വൽ മത്ഊമാത്തി, വളരെ നിസ്സാര സാധനങ്ങളിലും വൽ മത്ഊമാത്തി, ഭക്ഷണ സാധനങ്ങളിലുമൊക്കെ ഒരു ഖൗലുണ്ട്, അല്ലെങ്കിൽ ഒരു വജ്ഹുണ്ട്. ഖറജഹു ഇബ്നു സുറൈജ് തഖ്രീജ് ചെയ്തൊരു വജ്ഹുണ്ട്. അന്നഹു യക്ഫി ഫിഹൽ മുആത്താത്തു, അതിൽ മുആത്താത്ത് മതി. മുആത്താത്ത് എന്ന് പറഞ്ഞാൽ കൊടുക്കുക വാങ്ങുക. നമ്മളിപ്പോൾ അങ്ങനെയുള്ള കച്ചവടം ചെയ്യൽ, നമ്മളിപ്പോൾ ഈജാബ് ഖബൂൽ ബിഅ്തുക അല്ലെങ്കിൽ ഖബിൽതു ഒന്നും പറയാറില്ല. വസ്തു കൊടുക്കും വാങ്ങും, അതിനെ മുആത്താത്ത് പറയും. അങ്ങനെ മുആത്താത്ത് മതി ഈ ഭക്ഷണ സാധനങ്ങളിലും അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളിലുമൊക്കെ. എന്നാൽ വലിയ വലിയ സാധനങ്ങൾ, ഇപ്പോൾ ഭൂമി കച്ചവടം ചെയ്യാണ്, വലിയൊരു വണ്ടി കച്ചവടം ചെയ്യാണ്, അവിടെയൊക്കെ എന്തായാലും ഈജാബും ഖബൂലും വേണം. അങ്ങനെയാണ് ശറഅൊരു രീതി. എന്നാൽ ഇങ്ങനെ മുഹഖറായ സാധനങ്ങളിലും ഭക്ഷണ സാധനങ്ങളിലുമൊക്കെ നേരെ ഈ മുആത്താത്ത് കൊണ്ട് തന്നെ കച്ചവടം പറ്റുമെന്ന് പല അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ മസീസുൽ ഹാജത്തി, അങ്ങനെ ആവശ്യമുള്ളതുകൊണ്ട്. ഇപ്പോൾ മനുഷ്യന്മാരെപ്പോഴും ഇടപാട് നടത്തിക്കൊണ്ടിരിക്കണതല്ലേ. വഅമ്മ റിബ, പലിശ ഫഖദ് വറദ ഫീഹി തഹ്ദീദാത്തുൻ കസീറ, അതിൽ എമ്പാടും താക്കീതുകൾ ശറയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫല്യഹ്തരിസ് മിൻഹു, അത് ഓരോരുത്തരും നല്ലോണം ശ്രദ്ധിക്കട്ടെ. പലിശൻ്റെ കാര്യങ്ങൾ ഒരിക്കലും പാടില്ല. സലമ് കച്ചവടം, വസ്സലമു മുബാഹുൻ, സലമ് കച്ചവടം അനുവദിക്കപ്പെട്ടതാണ്. സലമ് കച്ചവടം പറ്റും. സലമ് കച്ചവടം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, നേരത്തെ നമ്മൾ പഠിച്ചു പോയതിനായിരിക്കും. സാധാരണ കച്ചവടത്തിൽ വസ്തു കാണണം, വിൽക്കപ്പെടുന്ന വസ്തു കാണണം. ഈ കാണുന്ന സാധനമാണ് വിൽപ്പന നടത്തുന്നത്. എന്നാൽ കാണാത്ത സാധനം വിൽക്കാനാണ് സലമ് കച്ചവടം. അപ്പോൾ നമ്മൾ സാധാരണ ഓൺലൈൻ മാർക്കറ്റുകളിലൊക്കെ ഉള്ള സിസ്റ്റം അങ്ങനെയാണ്. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ളതിലൊക്കെ ഉള്ള പിന്നെ വസ്തുക്കളുടെ അവിടെ വസ്തു നമ്മൾ കാണുന്നില്ല, മറിച്ച് വസ്തുവിൻ്റെ വിശേഷണം പൂർണ്ണമായിട്ട് പറയും, വില അപ്പോൾ തന്നെ കൊടുക്കും. സാധനം പിന്നെ എന്ത് ചെയ്യും, ഒരു നിശ്ചിത സമയത്താണ് തരും. അതാണ് സലമ് കച്ചവടം. സലമ് കച്ചവടത്തിൽ വസ്തു ഇപ്പോൾ കൊടുക്കണില്ല, പക്ഷേ ക്യാഷ് ഇപ്പോൾ കൊടുക്കണം. വസ്തു ഇന്ന സമയത്ത് തരും, ഇന്ന സാധനമാണ് തരിക. ആ വസ്തുവിൻ്റെ പൂർണ്ണമായ ഔസാഫുകൾ, വിശേഷണങ്ങൾ പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറയണം. ആ വിശേഷണങ്ങളൊക്കെ ഉള്ള സാധനം നിശ്ചിത സമയത്ത്, അടുത്ത മാസം 1-ാം തീയതി തരുന്നതാണ്, 1-ാം തീയതി കൊടുക്കും. ഇതാണ് സലമ് കച്ചവടത്തിൻ്റെ ശൈലികൾ. 10 മിനിറ്റ് പഠിച്ചതായിരിക്കും, ഞാൻ കൂടുതൽ അങ്ങോട്ട് കിടക്കുന്നില്ല.
അതുപോലെ വാടക കൊടുക്കൽ വക്കതൽ ഇജാറത്തു വഷറായത്തുഹ അതിൻ്റെയൊക്കെ ഉപാധികളൊക്കെ മുസ്തഫാത്തുൻ ഫി കുത്തുബിൽ ഫിഖ്ഹി അതൊക്കെ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ പൂർണ്ണമായി പറഞ്ഞതാണ്. ഫൽ തുത്താലി മാണെങ്കിൽ പോയി നോക്കിക്കോ. അത്തരം കാര്യങ്ങൾ കൂടുതൽ ഇവിടെ പറയുന്നില്ല. അടുത്ത ഫസലൊക്കെ ഫസലുൻ ഫി ബയാനിൽ അദ്ലി വൽ ഇഹ്സാൻ വജിത്നാബിൽ ദുൽമി ഫിൽ മുആമലാത്ത്. നീതിയും നന്മയും വിശദീകരിക്കുക, ലുൽമ ഒഴിവാക്കുക. മുആമലാത്തിൽ ഇടപാടുകളിൽ ആളെ ലുൽമ ചെയ്യരുത്, ആക്രമിക്കരുത്, നീതിപൂർവം ഇടപാടുകൾ നടത്തണം. ഇഹ്സാൻ അവിടെയൊക്കെ വേണം, എല്ലാ സംഗതിയിലും ഇഹ്സാൻ വേണം, നന്മ എന്നുള്ള സംഗതി. അതെങ്ങനെയൊക്കെയാണ് ഇടപാടുകളിൽ എന്നുള്ളതാണ് ഇനി പറയാൻ പോണ കാര്യം. നീ അറിയുക അന്നൽ മുആമലത്ത് ഇടപാടുകൾ ഖദ് യുഫ്തിൽ മുഫ്തി ഫിഹാ ബിസ്സിഹത്തി. ഒരു ഫത്വ കൊടുക്കുന്ന ആൾ ചിലപ്പോൾ ഇടപാടുകൾ സ്വഹീഹാണെന്ന് ഫത്വ കൊടുക്കും. പക്ഷേ വലാക്കിൻ തസ്തമിലു അലാ നൗഇൻ മിനൽ ദുൽമി, എന്തെങ്കിലും ദുൽമയുടെ ഉള്ളിൽ നടന്നിട്ടുണ്ടാവും. യതഅറദു ബിഹിൽ ആമിൽ ഈ ജോലി ചെയ്യുന്ന ആൾ അതുവഴി വെളിവാക്കും. ലിസുഖ്തില്ലാഹി തആല അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമാകും. അങ്ങനെ ചില കാര്യങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ മസ്അല നോക്കുമ്പോൾ കച്ചവടമൊക്കെ ശരിയാണ് അറിയും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറേ തട്ടിപ്പോ നടത്തിയിട്ടുണ്ടാവും. അത് പുറത്തെ ആൾക്കാരറിയില്ല. ഒരു മൂല്യരോട് പത്ത് വെച്ചാൽ അയാൾ അത് ശരിയാണെന്നാണ് പറയാം. നമ്മൾ എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചുകൊണ്ടത് ആ ഫത്വ വരുന്നവർക്കറിയോ? അങ്ങനെ നമ്മൾ ഏതോ ഒരാളെ ഫത്വ കിട്ടിയതുകൊണ്ട് മാത്രം എല്ലാ കാര്യവും ഹലാലാവുമോ? ആകൂല. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു മുഫ്തിയുടെ ഫത്വ കിട്ടിയെന്നുള്ളത് കൊണ്ട് ഒരു ഇടപാട് അനുവദനീയാവില്ല. അതിൻ്റെ ഉള്ളിൽ നീതികേടുണ്ടാവരുത്, ഒരാളെ തട്ടിപ്പടുത്താളെ ലക്ഷ്യം ഉണ്ടാവരുത്. നോക്കൂ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കേവലം ഉപരിപ്ലവമായ കുറേ ഫത്വകളോ ഒന്നുമല്ല ഇതിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. എന്ത് വിഷയത്തിനും ഏതോ ഒരാൾ തൽക്കാലം ഒന്ന് പറഞ്ഞിട്ടണം. ഒരു മൂല്യാരോട് വെറുതെ ചോദിച്ചു കേട്ടോ, ആ മൂല്യാരോട് നമ്മൾ ഉദ്ദേശിക്കുന്ന മറുപടി കിട്ടുന്ന കോലത്തിലാണ് ചോദിക്കുക. ഇവിടെ നടന്ന സംഭവം എന്താണ് അതല്ല ചോദിക്കുക, ഓൻ ഉദ്ദേശിച്ച മറുപടി കിട്ടാൻ പറ്റിയ കോലത്തിൽ ചോദിക്കും. അങ്ങനെ മറുപടി കിട്ടാൻ ശരിയാ മൂല്യാർ പറഞ്ഞതാണ്, ഇനി ആ ഉസ്താദ് പറഞ്ഞതാണ്, ഈ ഉസ്താദ് പറഞ്ഞതാണോ, അങ്ങനെ നടക്കും. ഈ ഉസ്താദ് പറഞ്ഞത് ഓൻ ചെയ്യണമെന്ന് തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇതൊക്കെ ഇന്ന് വളരെ വ്യാപകമായിട്ട് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എത്ര കൃത്യമായിട്ട് പറഞ്ഞു നോക്കൂ. അന്നൽ മുആമലത്ത ഖദ് യുഫ്തിൽ മുഫ്തി ഫിഹാ ബിസ്സിഹത്തി. ഒരു മുഫ്തി ഒരു ഫത്വ കൊടുക്കുന്ന ആൾ ചിലപ്പോൾ അത് സ്വഹീഹാണെന്ന് ഫത്വ തരും, പക്ഷേ അതിലെത്രയോ ദുൽമുകളുണ്ടാവും. അതുവഴി അവൻ അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമാവും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകും. മിൻഹുൽ ഇഹ്തിക്കാർ, അതിൽപ്പെട്ടാണ് പൂഴ്ത്തിവെപ്പ്. വഹുവ ഫി ത്വാമി, ഭക്ഷണ സാധനങ്ങളിൽ പൂഴ്ത്തിവെപ്പ്. ത്വാമിലാണ് പൂഴ്ത്തിവെപ്പ് ഉണ്ടാവും കേട്ടോ. അത് മുഹ്തക്കിർ മൽഊനാണ്. പൂഴ്ത്തി വെക്കുന്ന ആൾ അള്ളാഹിൻ്റെ ശാപത്തിന് വിധേയമാണ്. എന്താണ് ഈ പൂഴ്ത്തിവെപ്പ് പറഞ്ഞാൽ? പൂഴ്ത്തിവെപ്പ് പറഞ്ഞാൽ ഇപ്പോൾ ഭക്ഷണ സാധനങ്ങളിലൊക്കെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ വസ്തുവിൻ്റെ മാർക്കറ്റ് വില അങ്ങനെ കൂടുന്നുണ്ട്. അപ്പം ഓൻ്റെ അടുത്തുള്ളതൊക്കെ എവിടെയെങ്കിലുമൊക്കെ പാത്തു വെക്കുക, ആരും കാണിച്ചു കൊടുക്കുക. അതേ സാധനം ഇവിടെ ഇല്ല. എന്താ അറിയാൻ കാരണം? അടുത്ത ആഴ്ച ഈ സാധനത്തിൻ്റെ വില ഇരട്ടിയാവുമെന്ന് ഓനറിയാം. അപ്പോൾ ഇന്ന് ആവശ്യക്കാർക്ക് കൊടുക്കാതൊക്കെ അതിർത്തി പാത്തു വെക്കുക. ഇങ്ങോട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഇറക്കുക, അന്ന് ഇറങ്ങിയ ലോഡാണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഓം വാങ്ങിയ വിലയേക്കാളും എത്രയോ ഇരട്ടി വിലക്ക് വിൽക്കുക. ഈ ഭക്ഷണ സാധനങ്ങളിൽ ചെയ്യാൻ പാടില്ല. കാരണം ഭക്ഷണ സാധനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ദൈനംദിന ആവശ്യമുള്ള പിന്നെ ഒരു എസൻഷ്യൽ സർവീസാണല്ലോ ഈ ഭക്ഷണ സാധനങ്ങൾ. അവകൾ ആവശ്യമുള്ള സമയത്ത് ആൾക്കാർക്ക് കൊടുക്കണം. അപ്പോൾ വില കൂടുമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ പാത്തു വെക്കരുത്, സൂക്ഷിച്ച് വെക്കാം എല്ലാം ഉണ്ടാകെ. എന്നിട്ട് ഇവിടെ സാധനം എല്ലാം അറിയാം. ഇതിനാണ് ഇഹ്തിക്കാർ അറിയാം, പൂഴ്ത്തിവെപ്പ്. ഇവിടെ ഇപ്പം അങ്ങനെ പൂഴ്ത്തി വെച്ചിട്ട് പിന്നെ ചെയ്യുന്ന കച്ചവടം സ്വഹിയാണല്ലോ. അതിനിപ്പോൾ ആർക്കും തെറ്റു വരാൻ പറ്റുമോ? ഒരാഴ്ച സൂക്ഷിച്ച് വെച്ചു, പിന്നെ ആ സാധനം കച്ചവടം ചെയ്യാണ്. കച്ചവടം ചെയ്യുമ്പോൾ കച്ചവടം സ്വഹിയാണ്, കച്ചവടത്തിൻ്റെ ഷർത്തൊക്കെ ഒത്താ പോലെ. പക്ഷേ ഒരു ഇഹ്തിക്കാർ നടന്നുവിടെ, ഒരു പൂഴ്ത്തിവെപ്പ് എന്ന സംഭവം നടന്നിട്ട് പിന്നെ കച്ചവടം ചെയ്യാണ്. അത് ഭയങ്കര ദുരന്തമാണ്. അള്ളാഹ് തിരക്കലോ മലവനായ ആളാണ്. അപ്പം ഓൻ്റെ കച്ചവടം സ്വഹയാണ് എന്നൊരാളെ ഫത്വ തന്നതുകൊണ്ട് ഇഹ്തിക്കാർ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? അത് പറ്റില്ല. അങ്ങനെ വഫീഹി തസ്ദീദാത്തുൻ അളീമത്തുൻ, ഈ വിഷയത്തിൽ ശക്തമായ താക്കീതുകൾ ശറഈൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതേപോലെ മറ്റൊന്നാണ് ഒമിൻഹു ഇഖ്ഫാഉൽ ഉയൂബി, ഐബുകളെ മറച്ചു വെക്കുക. നമ്മൾ വിൽക്കുന്ന ഒരു സാധനത്തിന് എന്തെങ്കിലും കുറ്റം കുറവുണ്ടെങ്കിൽ ഒക്കെ പറഞ്ഞു കൊടുക്കണം എന്നാണ്. അതൊക്കെ ഇങ്ങനെ മുണ്ടാതെ വെച്ചായിട്ട് എങ്ങനെയെങ്കിലും ആളോട് വാങ്ങി കിട്ടിയാൽ മതി, ഓൻ്റെ മേത്തൊക്കെ ഇട്ടാൽ മതി, ഓൻ്റെ തലയെ കിട്ടിയച്ചാപ്പം കഴിച്ചില്ലല്ലോ വിചാരിച്ചിട്ടുള്ള കച്ചവടങ്ങൾ എങ്ങനെ അതൊക്കെ ശരിയാവുക? എന്നിട്ട് ആ കച്ചവടത്തിൽ നിന്നൊക്കെ കിട്ടുന്ന സമ്പാദ്യം കൊണ്ടാണ് നമ്മളെ മക്കളെയൊക്കെ പോയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ കച്ചവടക്കാരനല്ലെങ്കിലും നമ്മളൊക്കെ പല സാധനവും വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നവരാണ്. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അല്ലാതെ കച്ചവടക്കാരെന്നുള്ള ലേബൽ ഒട്ടിക്കുമ്പോൾ മാത്രമല്ല നിയമങ്ങൾ ബാധകം, കച്ചവടം ചെയ്യുന്നിടത്തൊക്കെ നിയമങ്ങൾ ബാധകമാണ്. അപ്പോൾ ഇഖ്ഫാഉൽ ഉയൂബ് പാടില്ല. ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ ഇനിയും പ്രശ്നം ഇടാ എന്ന് പറഞ്ഞോട് പറയണം. അതിന് പറ്റുമെങ്കിലോ വാങ്ങിയാൽ മതി. ഫഇന്ന ഫീഹി ഖിയാനത്തൻ, കാരണം അതിൽ വഞ്ചന ഉണ്ടാകുമ്പോൾ. ഒമിൻഹ അതിൽപ്പെട്ടതാണ് തഅദീലുൽ മീസാൻ, തുലാസ് നേരാക്കുക. ത്രാസ്
കൃത്യമായ ത്രാസാവുക, ത്രാസിൽ കുഴപ്പമുണ്ടാവരുത്. ഫഫി തർക്കിഹി, ത്രാസിൻ്റെ കൃത്യത ഒഴിവാക്കുന്നതിലുണ്ട് തഗ്ലീദാത്തുൻ അളീമത്തുൻ, വലിയ താക്കീതുകൾ ശറഇൻ്റെ ഭാഗത്തു നിന്നുണ്ട്. വഫിഹി, ആ വിഷയത്തിലാണ് ഖൗലുഹു തആല, അള്ളാഹുവിൻ്റെ വാക്ക്, വൈലുൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഇക്താലൂ അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലുഹും ഔ വസനുഹും ഫിഹി യുഖ്സിറൂൻ എന്ന് പറഞ്ഞില്ലേ. മുത്തഫിഫീങ്ങൾക്കുള്ളതാണ് വൈൽ എന്ന നരകം. മുത്തഫിഫീങ്ങൾ എന്ന് പറഞ്ഞാൽ അളവിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തുന്നവർ. അപ്പോൾ അളവിലും തൂക്കത്തിലും വ്യത്യാസപ്പെടുത്തിയിട്ട് ഇടപാട് നടത്തുന്നവർക്കാണ് നാശം എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു. വലിയ ഭയങ്കര ഗൗരവമുള്ള സംഗതിയാണ്. അപ്പോൾ കച്ചവടം ചെയ്യുന്നവർ അവരുടെ ത്രാസ് എപ്പോഴും കൃത്യമായിരിക്കണം. വബിൽ ജുംല, മൊത്തത്തിൽ ഫജമീഉ അൻവാഇ തൽബീസ് യഹ്റമു, വഞ്ചിക്കുന്ന എല്ലാ ഇനങ്ങളും ഹറാമാണ്. മുഹറമനൊക്കെ ഹറാമാക്കപ്പെട്ടതാണ്. ഒരു കച്ചവടത്തിൽ ഒരാളെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരാളെ വഞ്ചന ഒരാൾക്ക് സംഭവിക്കാവുന്ന, ഒരാൾ ചതിയിൽപ്പെട്ടേക്കാവുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഹറാമാക്കപ്പെട്ടതാണ്. ഫലാജൂദു, അപ്പോൾ ജായിസല്ല അൻ യഖ്ദമ അലാ ഷൈഇൻ ലാ യുരീദു ശറാഅഹു. മറ്റൊരു സംഗതിയാണിത്. ഒരാളൊരു സംഗതിൻ്റെ മേലിൽ ചെല്ലുക, ഓനെ വാങ്ങാൻ ഉദ്ദേശിക്കണമെന്നില്ല. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കാത്തൊരു സാധനത്തുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഇതിൻ്റെ വില എത്രയാണ്, ഇതെങ്ങനെയാണ്, അങ്ങനെയാണ്, അത് ചെയ്യരുത്. എന്നിട്ട് ഓൻ എന്ത് ചെയ്യുക, വയത്ലൂബ് ബിമാ ഫൗഖ സമനിഹി, അതിൻ്റെ വിലയേക്കാൾ കൂടുതൽ വിലക്ക് ആ സാധനം ആവശ്യപ്പെടുക. എന്തിനറിയോ, തർഗീബലിൽ മുസ്തരി ഫീഹി, അത് വാങ്ങുന്ന ആൾക്ക് ആഗ്രഹം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് മനസ്സിലായോ എന്നറിയില്ല. നമുക്കൊരു സാധനം വാങ്ങാൻ പദ്ധതി ഇല്ല, ഓനോ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. സാധനം ഒരു 500 റുപ്യേൻ്റെ സാധനമാണ്, ഇപ്പം വാങ്ങണില്ല. അപ്പോൾ ആളെ പറ്റിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയോ, ഇപ്പം വന്നിട്ട് അങ്ങനെ ഇതിൻ്റെ സാധനം എങ്ങനെ വില, ഇതെങ്ങനെ ഉഷാറല്ലേ. അപ്പോൾ കച്ചവടക്കാരങ്ങനെ പറഞ്ഞു കൊടുക്കും, ഞാനിതൊരു 600 റുപ്യക്ക് വാങ്ങാം. അപ്പോൾ മറ്റവൻ പറയും അത് 500 റുപ്യ വരുള്ളൂ, ഞാൻ 600 റുപ്യക്ക് വാങ്ങാം. അപ്പം വേറത്തെ വാങ്ങാൻ നിൽക്കുന്നുണ്ടാവും അവിടെ. അപ്പോൾ ഇങ്ങനെ വിചാരിക്കുക 600 റുപ്യക്ക് വരെയുള്ള സാധനമാണ്, എന്നാൽ 500 റുപ്യ കിട്ടിയ ലാഭമാണല്ലോ. അങ്ങനെ ഓനീ വർത്താനം പറഞ്ഞു പോകും. ആ മറ്റോ 500 റുപ്യക്ക് ഇത് വാങ്ങും. സംഭവിച്ചെന്താണ്, ഈ സാധനത്തിൻ്റെ മൂല്യം 600 റുപ്യേൻ്റെ മൂല്യമുണ്ട് എന്ന് മറ്റൊരാൾ ഇവിടെ വന്ന് അഭിനയിച്ചായിട്ട് കാണിച്ചു കൊടുത്തു. ഈ സാധു അതിൽ പൊട്ട്. എന്തിനാണ് ഈ വഞ്ചന നടത്തുന്നത്? ഈ സംഗതിയൊക്കെ അനുവദനീയമല്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഇവിടെ ഒരാളെ വഞ്ചിക്കൽ നടക്കുന്നുണ്ട് ഇവിടെ. ഇന്ന് നമ്മുടെ കച്ചവട മേഖലകളിൽ വ്യാപകമായി നടക്കുന്ന കാര്യങ്ങളാണിതൊക്കെ. ഏത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്നാൽ ഈ മാതിരി പരിപാടികൾ പല രീതിയിലുള്ള, ഇതിൻ്റെയൊക്കെ പുതിയ പുതിയ വേർഷനുകൾ, ഇതൊക്കെ പഴയ വേർഷനാണ് ഞാനീ പറഞ്ഞതൊക്കെ. ഇതിൻ്റെയൊക്കെ വളരെ ലേറ്റസ്റ്റ് വേർഷനുകൾ കണ്ടമാനം നമ്മുടെയൊക്കെ ഇടപാടിൻ്റെ മേഖലയിൽ ഇന്ന് കാണാൻ പറ്റും. ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെയാണോ ചതിയപ്പെടുത്തുക ആ സംഗതിയൊക്കെ നടക്കും. അതാണ് വലാ യജൂസു അൻ യഖ്ദമ അലാ ഷൈഇൻ ലാ യുരീദു ശറാഅഹു, വാങ്ങാൻ ഉദ്ദേശമില്ലാത്തൊരു വസ്തുവിൻ്റെ മേൽ മുന്നിടൽ ജായിസല്ല. എന്നിട്ട് അവന് യത്ലുബു ബിമാ ഫൗഖ സമനിഹി, ആ വസ്തുവിൻ്റെ വിലയേക്കാൾ കൂടുതൽ വില കൊണ്ട് സാധനം ആവശ്യപ്പെടുക. അതെന്തിന്, ഓൻ വാങ്ങാനല്ല, തർഗീബലിൽ മുസ്തരി ഫീഹി, ആ വസ്തു വാങ്ങുന്നവന് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നുഹിയ, വിരോധിക്കപ്പെട്ടു അൻ ബൈ ഹാദിറിൽ ലിബാദി, ഹാദിർ ബാദിക്ക് വിറ്റുകൊടുക്കുക. നാട്ടിൽ താമസിക്കുന്ന ആൾ ഹാദിർ, ബാദി എന്ന് പറഞ്ഞാൽ മലഞ്ചെരുവ് താമസിക്കുന്ന ആൾ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ നാട്ടിൽ കാട്ടു താമസിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നാട്ടിൽ താമസിക്കുന്ന ആൾ വസ്തുക്കൾ വിറ്റ് കൊടുക്കുക, അത് ചെയ്യാൻ പാടില്ല. നമുക്ക് മനസ്സിലാകാനറിയില്ല. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഏതെങ്കിലും നാട്ടിലത്തെ ആൾക്കാർ വണ്ടിയിൽ കൊണ്ട് വരും സാധനമായിട്ട്. ആ പിന്നെ വണ്ടിയിൽ നിന്ന് കിട്ടുന്ന വില ഒരു പക്ഷേ പീടികയിൽ നിന്ന് കിട്ടുന്ന വിലയേക്കാൾ എത്രയോ താന്ന വിലയ്ക്കാരം. അപ്പോൾ കുറഞ്ഞ വിലക്ക് ആൾക്കാർക്ക് അല്ലാഹു തആല കുറഞ്ഞ വിലക്ക് സാധനം കൊടുക്കൽ അങ്ങനെയാണ്. എവിടെയെങ്കിലും ആൾക്കാരുണ്ട് വരും, അയാൾ നാട്ടിലത്തെ മാർക്കറ്റ് വിലയൊന്നും അയാൾ നോക്കണില്ല. അയാൾ വന്ന് അയാൾക്ക് കിട്ടുന്ന വിലക്ക് അയാൾ വിറ്റ് പോവും. അത് ആൾക്കാർക്ക് ലാഭത്തിന് വേണ്ടി അള്ളാഹു പറഞ്ഞേക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാളെന്ത് ചെയ്യുക, ഓനോട് പറയാം ആ സാധനം ഫുള്ള് എനിക്ക് എന്നാളാ, ഞാൻ എനിക്ക് വിറ്റ് തരാം, ലാഭം തരാം എന്നൊരു വരുത്തുന്നതൊക്കെ വാങ്ങുക. ഇങ്ങോട്ടോ ഇത് അവിടുത്തെ മാർക്കറ്റ് വിലക്ക് വിറ്റിട്ട് മറ്റവന് കുറഞ്ഞ വില കിട്ടിയാൽ മതിയല്ലോ, അതും കൊടുത്ത് ബാക്കി പിന്നെ ലാഭം. നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല. ഇതാണ് ബയ്യു ഹാദിറിൽ ലിബാദിൻ, ഹറാമായ കാര്യമാണത്. ഇവിടെ ജനങ്ങൾക്ക് ഇപ്പം എന്താ കിട്ടിയത്, ആ വ്യക്തിക്ക് നഷ്ടമല്ല എന്നുള്ളത് ശരി. അയാൾ വന്നു, അയാൾക്ക് എന്ത് ചെയ്തു, മറ്റൊരു സാധനം വാങ്ങി ഈ നാട്ടിലത്തെ മാർക്കറ്റ് വിലക്ക് വിറ്റ് കൊടുത്തു. ആ വ്യക്തിക്ക് കിട്ടേണ്ട വില കിട്ടുകയും ചെയ്തു. ബാക്കി ഇവൻ്റെ പോക്കറ്റിക്ക് ചെയ്യാൻ പാടില്ല. ഇത്തരം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും, വണ്ടിയിൽ സാധനം വരും, ഗുഡ്സിലോട്ട് വരും സാധനം അങ്ങാടിക്കൊക്കെ. തക്കാളിക്ക് 40 റുപ്യ, അപ്പം കടയിൽ 60 റുപ്യ അല്ലെങ്കിൽ 50 റുപ്യക്ക് കയറും. ആയിക്കോട്ടെ, അതിനെന്തിനാണ് കച്ചവടക്കാർ ദേഷ്യം പിടിക്കണത്? ഇവൻ 40 രൂപ വിറ്റ് ലാഭമാണ്, ഓനത് വിൽക്കുന്നുണ്ട്. കച്ചവടക്കാർ 60 റുപ്യക്ക് വിറ്റോട്ടെ. ആ വണ്ടി അവിടെ നിൽക്കുന്ന സമയത്തെ ആ സാധനം വിൽക്കുള്ളൂ, ഓനത് വിറ്റ് പോവും. അത് ആളുകൾക്ക് അങ്ങനെയൊക്കെയാണ് സാധനം കിട്ടല്. പടച്ചോൻ്റെ ഓരോ തദ്ബീർ ഇങ്ങനെയാണ്. ലോകത്തെ അല്ലാഹു തആല ഇങ്ങനെ പല നിലക്ക് നിയന്ത്രിക്കുന്നുണ്ട്. അപ്പം അങ്ങാടിയിലുള്ള ആൾക്കാർക്ക് സാധനം കിട്ടും. സാധാരണ കച്ചവടം ചെയ്യണ ആളൊന്നും അല്ലല്ലോ, ഓൻ പോയി. ഇത് ഒരാൾ പോയിട്ട് ആ സാധനം തക്കാളി ഫുള്ളി ആൾക്ക് എടുത്തിട്ട് ഇപ്പം വലിയ വിലക്ക് വിൽക്കുക, അതെന്ത് പരിപാടിയാണ്? അത് ചെയ്യാൻ പാടില്ല. അതാണ് ബയ്യു ഹാദിറിൽ ലിബാദിൻ.
ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നെ അതേപോലെ ഒരാളെന്ത് ചെയ്തു, കുറഞ്ഞ വിലക്കൊരു സാധനം വാങ്ങിയാൽ വലവിസ്തറ ഷെയ്ബി മുസാമഹത്തി, ഒരു സുഹൃത്തിരുന്ന് എന്ത് ചെയ്തു, മുസാമഹത്തോടു കൂടി അവൻ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തൊരു സാധനം വാങ്ങി. എന്നാൽ അതും എന്ത് ചെയ്യണം, മുസ്തരിയോട് അവനത് പറയണം. ഫല്ലത് കുറുഹുൽ മുസ്തരി, ഞോൻ്റെ അടുത്ത് നിന്ന് ആ സാധനം ഒരാൾ വാങ്ങുമ്പം എന്ത് ചെയ്യരുത്, മാർക്കറ്റ് വില നോക്കിയല്ല വിൽക്കേണ്ടി. എനിക്ക് ഈ സാധനം കുറഞ്ഞ വിലക്ക് കിട്ടിയതാണ്, അപ്പോൾ മാർക്കറ്റ് വില 500 ഉറുപ്പ്യ ഉണ്ട്. പക്ഷേ ഇവൻ ഒരു സുഹൃത്ത് എന്ത് ചെയ്തു, ഒരു 250 ഉറുപ്പ്യക്ക് സാധനം കൊടുത്തേക്കുക. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുക, ആ മാർക്കറ്റ് വില 500 ആണല്ലോ, അപ്പം നിങ്ങൾക്ക് 500 വിൽക്കുക, 500 600 100 ഉറുപ്പ്യ ലാഭം എടുത്ത് വെക്കുക. അങ്ങനെ ചിന്തിക്കരുത്. ഇത് വാങ്ങുന്ന ആളോട് ഈ വില മതി, കാരണം എനിക്ക് 100 ഉറുപ്പ്യക്കാണ് കിട്ടിയത് എന്ന് സത്യസന്ധമായിട്ട് പറയാം. അതിനൊക്കെ എത്ര ബർക്കത്തുണ്ടാവുമെന്നറിയോ. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ അവിടെ നിന്നോട്ടല്ലേ, 10 മിനിറ്റ് ആയില്ലേ, അടുത്ത ക്ലാസ്സിലൊക്കെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ്. ഇനി എംബഗി യുഹ്സിന എന്ന് പറഞ്ഞാൽ ആ ഭാഗം എടുക്കാനുള്ള 96-ാം പേജിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.